യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 38-39 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. അത് ഒരു ഗുഹയായിരുന്നു, ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസം ആയല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് വായിച്ചു കേൾക്കപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അത് ഒരു ഗുഹയായിരുന്നു, ഒരു കല്ല് ഉരുട്ടി വെച്ചിരുന്നു എന്നുള്ളതാണ്. ഗുഹയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് നാച്ചുറലി ഉണ്ടായി വരുന്ന ഒന്നാണ്. സാധാരണ രീതിയിൽ യഹൂദന്മാർ ഒരു ശവ അടക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ഒരു കല്ലറയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗുഹയായിരിക്കും. കല്ലറയുടെ പ്രത്യേകത അത് മനുഷ്യനിർമ്മിതമാണ്. ഗുഹയുടെ പ്രത്യേകത മനുഷ്യനിർമ്മിതമല്ല, സാഹചര്യങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതും അതിൽ അടക്കി കല്ലുകൊണ്ട് മൂടി വെക്കുകയും ചെയ്യുകയാണ് പതിവ്. ലാസറിനെ വെച്ചതും ഒരു ഗുഹയായി ഇരുന്നത് കൊണ്ട് തന്നെ അത് മനുഷ്യനിർമ്മിതമല്ല, അത് നാച്ചുറലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ്. എന്നാൽ മനുഷ്യൻ ഉരുട്ടി വെച്ച ചില കല്ലുകൾ അതിന്റെ മുൻപിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊരു ഗുഹയായിരുന്നെങ്കിൽ അത് സ്വതവേ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. ഗുഹ പൊളിച്ചിട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുതിരുന്നത് അത്രമാത്രം പ്രയോജനകരമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ വന്നു നിന്നിട്ട് യേശു പറയുന്ന ഒരു കാര്യം ഗുഹ പൊളിക്കട്ടെ എന്നല്ല, ഉരുട്ടി വെച്ച കല്ലുകൾ മാറ്റട്ടെ എന്നാണ്. ജീവിതത്തിൽ സ്വതവേ സാഹചര്യത്തിൽ കൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അതിനെ തരണം ചെയ്ത് പോകാൻ ഒരല്പം ബുദ്ധിമുട്ട് നാം അഭിമുഖീകരിക്കേണ്ടി വന്നെന്ന് പറഞ്ഞാൽ നാമായി ഉരുട്ടി വെച്ചിരിക്കുന്ന ചില കല്ലുകൾ പോലെയുള്ള അനുഭവങ്ങളെ തിരുത്താൻ നാം തയ്യാറാകുമെങ്കിൽ ഒരു വിടുതൽ അതിൽ നിന്നും ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഗുഹ പൊളിച്ചിട്ടല്ല വിടുതൽ പ്രാപിക്കേണ്ടത്, കല്ലുരുട്ടി മാറ്റിയിട്ടാണ് ജീവിതത്തിന്റെ പുതിയ അനുഭവങ്ങളിലേക്ക് നാം എത്തപ്പെടേണ്ടത്. എന്റെ പ്രശ്നത്തിന് മുൻപിൽ, എന്റെ ജീവിതത്തിന് മുൻപിൽ ഞാനായി ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറ്റാൻ തയ്യാറാകുമെങ്കിൽ പ്രശ്നത്തെ പുറത്തെടുത്ത് എത്ര അഴുകി നാറിയ അനുഭവമാണെങ്കിലും പുതിയ ജീവൻ പകർന്നു തരാൻ മതിയായവൻ നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. മാർത്ത പറയുന്നൊരു മറുപടിയാണ് മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. യേശു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എത്ര നാറ്റം വെച്ച അനുഭവങ്ങളാണെങ്കിലും, എത്ര പഴകിയ പ്രശ്നങ്ങളാണെങ്കിലും കാലക്കണക്കുകളെ തിരുത്തി കുറിച്ച് പുതിയ അധ്യായത്തെ തുടങ്ങാൻ, നാറ്റം വെച്ച അനുഭവത്തിൽ നിന്ന് സുഗന്ധം പരത്തുന്ന ജീവിത അനുഭവത്തിലേക്ക് മാറ്റാൻ യേശു മതിയായവനാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളുകളായി പ്രാർത്ഥിച്ച് മടുത്ത ചില അനുഭവങ്ങളാകാം, നാളുകളായി പഴകിയ ചില ജീവിതത്തിന്റെ പ്രശ്നങ്ങളാകാം. എന്ത് തന്നെ ആയാലും കല്ലുരുട്ടി മാറ്റാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ എത്ര പഴകിയ പ്രശ്നത്തിന് മേലും ഒരു വിടുതൽ ഉറപ്പാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ. കല്ല് ഉരുട്ടി മാറ്റാൻ യേശു പറയുമ്പോൾ വെച്ച മാനുഷിക കരങ്ങൾ കൊണ്ട് തന്നെ അതിനെ ഉരുട്ടി മാറ്റുമ്പോൾ ഉത്കണ്ഠയോടെ, ആകാംക്ഷയോടെ ഇനി എന്ത് സംഭവിക്കുമെന്ന് ആവേശഭരിതരായി നോക്കി നിൽക്കുന്ന യഹൂദ ജനത്തിന്റെ മുൻപിൽ യേശു വിളിച്ചു പറയുന്നു, ലാസറേ, പുറത്തു വരിക. കുരുടന്റെ കണ്ണിനെ തുറന്ന ഇവന്, ചെകിടിന്റെ കാതിനെ തുറന്ന ഇവന്, ഊമനെ സംസാരിക്കുമാറാക്കിയ ഇവന് മരിക്കാതാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതിനപ്പുറത്ത് മരിച്ചവനെ പുറത്തെടുക്കാൻ കഴിയും എന്നുള്ളൊരു സത്യം അന്ന് യഹൂദജനം മനസ്സിലാക്കുകയായിരുന്നു. ഇന്ന് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ചില കൺസെപ്റ്റുകൾ പൊളിഞ്ഞു മാറുന്ന സമയമായി ഇത് മാറട്ടെ. ഇതുവരെ ചെയ്തതിലും വലിയ ചിലത് ചെയ്യാൻ മതിയായവൻ ഗുഹയ്ക്ക് മുമ്പിൽ വന്നു നിന്ന് കൽപ്പിക്കുന്ന ചില കൽപ്പനകളിൽ ഉരുണ്ടുമാറേണ്ട കല്ലുകൾ ഉരുണ്ടുമാറട്ടെ. ഇതുവരെ വെളിപ്പെടാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഒരിക്കലും നടക്കുകയില്ലെന്ന് നാം പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്ന അസാധ്യമായ നാറ്റം വെച്ച അഴുകി നാറിയ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഇന്ന് യേശു ഒന്ന് തൊടുന്ന സമയമായി മാറട്ടെ. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞാനൊരു ഉറപ്പ് പറയുന്നു, ദൈവിക ശബ്ദമായി സ്വീകരിച്ച് നിങ്ങളുടെ പ്രശ്നത്തിന്മേൽ ഒരു വിടുതൽ ഏറ്റെടുക്കാൻ ഈ സമയം നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ സെക്കൻഡുകൾ കൊണ്ട് പരിഹരിച്ച് നിങ്ങളുടെ കരങ്ങളിലേക്ക് നൽകിത്തരുന്ന ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ ശരീരത്തിലും ഒരുപോലെ വെളിപ്പെട്ടു വരട്ടെ. വിടുതലുണ്ട്, ഉറപ്പാണ്. മരണമല്ല, ജീവനാണ്. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ദൈവം അയക്കട്ടെ.